physical body of AIDS is no more available for us. He disappeared in the dead of winter. See, look at the word transferred epithet. Instead of using dead to the writer, he uses dead to the season. So the word death is there, but the death is referring to a transferred epithet, dead of winter. He disappeared in the dead of winter. Dead of winter literally means he died in January 1930. So the death happened on a height of winter, and all of you know that England is a country where seasons are very clearly marked. And during the peak of winter, you have nothing but snow everywhere. So he died at a time when winter was peak in England. Also, there is another connection association. I'm not going to such details now because we have lot of lines to do. So this is how you have to read a poem. So winter is again associated with a time in the human cycle. Winter is associated with old age, just like you have spring, so spring, summer, autumn, and winter. Winter is seasonally associated with human cycle, which is referring to the old age. So in the height of winter, because AIDS lived up to quite an age. No, he never died. He is never a writer who died young. So he, I think, lived up to 70s, his 70s. So he died at the at dead of winter. The death happened and the disappearance happened in the winter. And because it happened in the winter, the brooks were frozen, the airport almost deserted. So here is a typical example of Auden's imagery, which you can contrast with the traditional poems of elegy. In traditional poems, you find that the nature is represented as a mourner, right? ലിസിഡസിലും അതർ ഹെൻറി ഇൻ മെമ്മോറിയമൊക്കെ ആള് മരിച്ച ശേഷം പ്രകൃതി മൊത്തത്തിൽ മോൺ ചെയ്യുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. ആ വിലാപമാണ് മഴയായിട്ടും കണ്ണീരായിട്ടും ഒക്കെ. മഴ കണ്ണീരാണ് എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളുണ്ട്. ഇവിടെ അത് നേരെ തിരസ്കരിച്ചുകൊണ്ട് ഓടം പറയുന്നത് വിന്റർ ടൈം ആയതുകൊണ്ട് ദ ബ്രൂക്സ് വർ ഫ്രോസൺ. എല്ലാ ബ്രൂക്സും ഫ്രോസൺ ആയിരുന്നു. കാരണം അവിടെ നിങ്ങൾക്ക് അറിയാം, ഈ ഇലകളൊക്കെ പൊഴിച്ച് എല്ലാ മരങ്ങളും നിൽക്കുന്നുണ്ട്. എയർപോർട്ട്സ് ഡെസേർട്ടഡ്, യാത്രക്കാരെ ട്രാവൽ ചെയ്യുന്ന സമയമല്ല. അപ്പൊ ഇതൊരു കോയിൻസിഡന്റ് ആണ്. അതായത് പ്രകൃതി ഇയാളുടെ മരണത്തിൽ ദുഃഖിച്ചതല്ല, മറിച്ച് വളരെ കോയിൻസിഡന്റൽ ആയിട്ട് ഇയാളുടെ മരണം നടന്നത് പ്രകൃതിയുടെ ഏറ്റവും മോശമായ സമയത്താണ്. നമ്മുടെ നാട്ടിൽ ചൂട് മാതിരിയാണ് അവിടെ തണുപ്പ്. അപ്പൊ ഈ തണുപ്പ് സമയത്ത് ഈ മരണം നടന്നതുകൊണ്ട് തന്നെ പ്രകൃതിക്കും ആളുകളുടെ മൂവ്മെന്റിനും ഒക്കെ കാര്യമായിട്ടുള്ള ഒരു നിശ്ചലാവസ്ഥ ഉള്ളതാണ്. ഈ ഡിസേർഷൻ ഓഫ് എയർപോർട്ടും ഫ്രോസൺ ബ്രൂക്സും ഒക്കെ തന്നെ മരണത്തെ സൂചിപ്പിക്കുന്നു. പക്ഷെ അത് വളരെ കോയിൻസിഡന്റലാണ്, നോട്ട് കോസ് ആൻഡ് എഫക്ട് റിലേറ്റഡ് അല്ല. അതായത് എയ്ഡ്സിന്റെ മരണവും ഇവരുടെ ഈ ബ്രൂക്സിന്റെ ഫ്രോസൺ സ്റ്റേജും ഡെസേർഷൻ ഓഫ് എയർപോർട്ടും കോസ് ആൻഡ് ഇഫക്റ്റ് അല്ല, പകരം വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ഒരു പക്ഷേ എയ്ഡ്സ് മരിച്ചത് സമ്മർ ടൈമിലാണെങ്കിൽ ഇതൊക്കെ തിരിച്ചായിക്കുണ്ടാവും. പൂക്കൾ ഉണ്ടാവുമായിരുന്നു, എയർപോർട്ടിൽ നിറച്ച ആൾക്കാരുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ പ്രകൃതിയുടെ താളവും അല്ലെ അതും ആളുകളുടെ മരണമായിട്ട് വലിയ ബന്ധമില്ല എന്നാണ് എയ്ഡ്സ് ഈ കവിതയിലൂടെ ഓർഡർ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഫാക്ച്വലിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ ഫാക്ച്വൽ അക്കൗണ്ട്. അപ്പോൾ റൊമാൻറ്റിക്സ് ഒക്കെ പറയുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു അവസ്ഥയിൽ പ്രകൃതിയും മനുഷ്യനുമായിട്ട് പ്രത്യേകിച്ച് മരണത്തിന്റെ സിറ്റുവേഷനിലും വലിയ വ്യത്യാസമില്ല എന്നാണ് എയ്ഡ്സ് സൂചിപ്പിക്കുന്നത്, ഓർഡൻ സൂചിപ്പിക്കുന്നത്. ദ സ്നോ ഡിസ്ഫിഗർഡ് ദ പബ്ലിക് സ്റ്റാച്യൂസ്. ഇത് ഓർഡന്റെ സ്ഥിരമായിട്ട് പ്രയോഗമാണ്. പബ്ലിക് സ്റ്റാച്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ വലിയ ആളാണെന്ന് നമുക്ക് തോന്നിയ ആൾക്കാരെയാണ് നമ്മൾ സ്റ്റാച്യൂ ആയിട്ട് വെക്കുക. മിക്കവാറും എന്തുണ്ടാവും വെച്ചാൽ 2 തലമുറ കഴിയുമ്പോൾ അവരതിനെ തൂക്കിയെടുത്ത് പുറത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അപ്പോഴേ അയാളെ എല്ലാ അട്രോസിറ്റീസ് പുറത്തു വന്നിട്ടുണ്ടാവും. സ്റ്റാലിന്റെ പ്രതിമ റഷ്യയിൽ മുഴുവൻ, റഷ്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ വരെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് സ്റ്റാലിൻ ചെയ്ത അട്രോസിറ്റീസ് പുറത്തു വന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അധികം ആളെ കൊന്നത് ആരാ ചോദിച്ചാൽ ഹിറ്റ്ലർ അല്ല, സ്റ്റാലിനാണ്. സ്വന്തം നാട്ടുകാരെയാണ് കൊന്നതെന്ന് മാത്രം. അത് മനസ്സിലായപ്പോൾ റഷ്യക്കാർ എന്ത് ചെയ്തു, ഇയാളുടെ പ്രതിമ എല്ലായിടത്തും വലിച്ചു താഴെ ഇട്ടു. അപ്പോ ഈ ഒരു പ്രതിമയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ട് പ്രതിമകൾ ധാരാളം വെക്കുന്നത്. ഈ പ്രതിമ നമ്മുടെ നാട്ടിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കാക്ക കാഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വെക്കുക. അവിടെ കാക്ക ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ സമ്മർ സമയത്ത് പ്രതിമ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വിന്റർ സമയത്ത് അതിന് മുഴുവൻ ഐസ് വന്ന് മൂടിയിട്ടുണ്ടാവും. സോ ഡിസ്ഫിഗറിങ് പബ്ലിക് സ്റ്റാച്യൂസ് എന്ന് പറയുന്നത് ഓർഡന്റെ ഒരു ഐറണിയാണ്. ഇന്ന് നമ്മൾ പ്രതിമകളായിട്ട് കാണുന്ന പലരെയും ഐക്കൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഐക്കണായിട്ട് കാണുന്ന പലരെയും നാളെ നമ്മൾ തിരിച്ച് വളരെ മോശക്കാരായിട്ടുള്ള ആൾക്കാരായിട്ടോ മറ്റോ കണ്ടിട്ട് അവരെ
അതിൻ്റെ ഒരു രീതിയുണ്ട്. ഹൗ വൺ ഏജ് റീ അൺവൈൻസ് ദ പ്രീവിയസ് ഏജ്. ഒരു കാലഘട്ടം എങ്ങനെയാണ് തൊട്ട മുന്നത്തെ കാലഘട്ടത്തിനെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. പക്ഷേ പ്ലെയിൻ മീനിങ്ങിൽ പറയുകയാണെങ്കിൽ വിന്റർ ആയതുകൊണ്ട് സ്റ്റാച്യൂസ് ഒക്കെ എന്തായിപ്പോയി, ഡിസ്ഫിഗർ ആയിപ്പോയി ബിക്കോസ് ഓഫ് ദ വിന്റർ ആൻഡ് സ്നോ. ദ മെർക്കുറി സാങ് ഇൻ ദ മൗത്ത് ഓഫ് എ ഡൈയിങ് ഡേ. ഇത് വളരെ മനോഹരമായിട്ടുള്ള വരിയാണ്. കാരണം ഇവിടെയാണ് സയൻസ് ഇമേജസ് ഉപയോഗിക്കുന്നത്. ഇമേജറി സയൻസ് ഇമേജറി ഉപയോഗിക്കുന്ന വളരെ കുറച്ച് കവികളെ ഉള്ളൂ. ആധുനികത കാലത്തെ അത് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ തെർമോമീറ്റർ എന്ന ഉപകരണത്തിൽ മെർക്കുറിന്റെ ലെവലാണ് നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ മെർക്കുറി താഴ്ന്നു വന്ന അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരിക എന്നാണ്. ഇത് ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കാണ്. 2-3 അർത്ഥങ്ങൾ മാത്രം ഞാൻ പറയും. ഇങ്ങനെ ഓരോ വരി ഇത്ര വിശദീകരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മെർക്കുറി സാങ് വുഡ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ റൈറ്റ് ഓഫ് ഫോളിങ്. നമ്മളുടെ ശരീരത്തിന് ടെമ്പറേച്ചർ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തേക്ക് അടുക്കുകയാണ്. മരണം എപ്പോഴും തണുത്ത അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിന് ചൂട് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. അത് ചൂട് ഇങ്ങനെ ഒറ്റയടിക്ക് ഇല്ലാതെയാവില്ല ചെയ്യുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച വെള്ളം വയ്ക്കുമ്പോൾ തന്നെ പതുക്കെ ഇങ്ങനെ തണുത്ത് വരിക ചെയ്യും. സോ ദ സിങ്കിങ് ഓഫ് മെർക്കുറി ഓൺ ദ മൗത്ത് ഓഫ് ഡൈയിങ് ഡേ would also indicate the mercury, the heat being lost from the mouth. മൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പെട്ടെന്ന് ഈ ടെമ്പറേച്ചർ അളക്കാനൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു നാവിന്റെ അടിയിലാണ് വെക്കുക. അപ്പൊ നാവിന്റെ അടിയിൽ വെക്കുന്ന സമയത്താണ് നമ്മളെ ഇൻഡിക്കേഷൻ കിട്ടുന്നത് എന്താണ് നമ്മളെ ബോഡി ടെമ്പറേച്ചർ. അപ്പൊ അത് ഒരു പോയിന്റ് ആണ് where you assess the temperature of the body. So the mouth of the dying day അല്ല ഡൈയിങ് പോയിന്റ് ആണ്. ഈ ഡൈയിങ് പോയിന്റിന്റെ ഊഷ്മാവ്, ശരീരത്തിന്റെ ഊഷ്മാവ് കുറഞ്ഞു വരും എന്ന് വെച്ചാൽ ആ ദിവസമാണ് അയാൾ എന്ത് ചെയ്തത്? മരിച്ചത്. ആ മരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഊഷ്മാവ് കുറയലാണ്. അപ്പോൾ മരണം ഡേന്റെ മാത്രമല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഇമേജ് എന്തുകൊണ്ടാണ് ഉടനെ എഴുതിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും ക്ലോക്ക് ഉണ്ടാവും. നമ്മളെ വീടുകളിൽ ഏറ്റവും അധികം ഉള്ള ഒരു സാധനം ക്ലോക്കാണ്. നമ്മൾ വലിയ സമയനിഷ്ഠയുള്ള ആൾക്കാരായിട്ടൊന്നുമല്ല, പക്ഷെ എന്തുകൊണ്ടും നമ്മളെ എല്ലാ വീട്ടിലും ഒരു 10 ക്ലോക്കെങ്കിലും എല്ലാ മുറിയിലും വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു രീതിയാണ്, കേരളക്കാരെ പ്രത്യേകിച്ച്. അത് നമ്മൾ അവിടെ പോയാൽ അത് ശീലിക്കുകയും ചെയ്യും. ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞാൻ 1-2 ക്ലോക്കൊക്കെ ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ വീട്ടിലും അത് കൂടാതെ നമ്മൾ മൊബൈലിൽ അലാം വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം പീസ് കൊണ്ടുവയ്ക്കും, അതൊക്കെ ചെയ്യും. ഇതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് UK-ലും. ഞാൻ പല വീട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് മെർക്കുറി വെക്കവർ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് പോലെ പലരും തീരുമാനിക്കുന്നത്. നമ്മൾ ഈ വെയിൽ നോക്കി തീരുമാനിക്കും. അപ്പൊ ടെമ്പറേച്ചർ അവിടെ എല്ലാ വീട്ടിലും ഒരു കോമൺ റിയാലിറ്റിയാണ്. അപ്പം മെർക്കുറി ഒരു ദിവസം താഴോട്ട് വന്നാൽ അവർ പറയും, ഓ ടുഡേ ഈസ് എ ബാഡ് ഡേ. കാരണം എന്താണ്? ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. അപ്പൊ ടെമ്പറേച്ചർ മേലോട്ട് വരുമ്പോൾ മാത്രമാണ് അവരുടെ നാട്ടിൽ ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷുകാരെ പറ്റി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ 10-12 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ AC-ന്റെ തണുപ്പാണ്. അതിൽ നിന്ന് ഒരു 6 ഡിഗ്രി താഴോട്ടായപ്പോൾ അവർക്ക് 15 ഡിഗ്രി ആയാലും അവർ സമ്മർ എന്നാണ് വിളിക്കുന്നത്. 15 ഡിഗ്രി ആണ് അവരുടെ സമ്മർ ടെമ്പറേച്ചർ. 15 മുതൽ 22 ഡിഗ്രി വരെയാണ്. അതായത് നമ്മൾ AC ഇടുന്ന തണുപ്പാണ് അവരുടെ സമ്മർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഏകദേശം നിങ്ങൾക്ക് ആലോചിക്കാം അവർക്ക് എന്തായിരിക്കും അവരുടെ വിന്റർ എന്നുള്ളത്. വിന്റർ ആകുമ്പോൾ മൈനസ് ആണ്. അപ്പൊ മെർക്കുറി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അവരുടെ ലൈഫിന്റെ ഒരു ഡേ തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥം ഇതിന് കൊടുക്കാം. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സൂചനയായിട്ടും ഈ വാക്കുകൾ കൊടുക്കാം. ഇങ്ങനെ ഓരോ വരികളും നമുക്ക് ഇഷ്ടംപോലെ വ്യാഖ്യാനിച്ചൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. എത്ര വരെ തീരുമെന്ന് എനിക്ക് അറിയില്ല. വാട്ട് ഇൻസ്ട്രുമെന്റ്സ് വി ഹാവ് അഗ്രി ദ ഡെത്ത് ഓഫ് ഹിസ് ഡേ വാസ് എ ഡാർക്ക് കോൾഡ് ഡേ. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട്. എന്ത് ഇൻസ്ട്രുമെന്റ് നമുക്ക് ഉണ്ടോ ആ ഇൻസ്ട്രുമെന്റ് പ്രകാരം പറയുന്നത് ദ ഡെത്ത് ഓഫ് ഹിസ് ഡേ വാസ് എ ഡാർക്ക് കോൾഡ് ഡേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഹാപ്പൻ ഇൻ വിന്റർ. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ പ്രകൃതി ദുഃഖിച്ചതല്ല, മറിച്ച് ഇദ്ദേഹത്തിന്റെ മരണം പ്രകൃതിയുടെ ഒരു മോശപ്പെട്ട ദിവസത്തായതുകൊണ്ട് പ്രകൃതി എന്ത് ചെയ്യാണ്? ഡാർക്ക് കോൾഡ് ഡേ ആണ്. അപ്പൊ ഈ ഡാർക്ക് കോൾഡ് ഡേ എന്ന് പറയുന്നത് ഒന്ന് ഡാർക്ക് എന്ന് പറയാൻ കാരണം ദർ വാസ് ലാക്ക് ഓഫ് സൺലൈറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാതിരി ഇന്നൊക്കെ തീരെ വെളിച്ചം കുറവാണ്, നമുക്ക് സൺലൈറ്റ് കുറവാണ്. അതുപോലെ അവിടെ വിന്റർ ടൈമിൽ സൺലൈറ്റ് കുറവായിരിക്കും, ഡേ ചെറുതായിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് അറിയാം ഇംഗ്ലണ്ടിൽ സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുന്നത് ഒരു 9:30-10 മണിയൊക്കെ ആവും. 11 മണി വരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയപ്പോൾ, 10:30-ഒക്കെ. അപ്പൊ നമുക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ വലിയ പ്രശ്നമാണ്, അല്ലെ ഊണ് കഴിക്കാൻ. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും. രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ നമുക്കത് വലിയ പ്രയാസമാണ്.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ വിന്റർ ടൈമിൽ വരുമ്പോൾ തിരിച്ച് നമ്മളെ പോലെ തന്നെ 6 മണി 6:30 ആകുമ്പോൾ വെയിൽ പോവുകയും ചെയ്യും. ഉദിക്കാൻ തന്നെ 7:30 ഒക്കെ ആവും രാവിലെ വെളിച്ചാവാൻ. കാരണം നേരത്തെ സൂര്യൻ വരും, പക്ഷെ അത് പുറത്തേക്ക് വരാൻ വേണ്ടി സമയമെടുക്കും. സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഡെത്ത് ഓഫ് ഹിസ് ഡേ was a very dark as well as cold day. This is not because AIDS' death. This is not related to AIDS' death, but this is rather a day when uh, it was during the peak of winter. So the relationship between death and season is very accidental or maybe casual, not something correlated. That's what you need to understand. Now, from death of AIDS, I think Auden moves to a larger area. Far from his illness, the wolves ran on through the evergreen forest. The forest remained unchanged. So, കവിയുടെ മരണം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കുറച്ച് പേരൊക്കെ കണ്ടു. പക്ഷെ മെജോറിറ്റി ലൈഫിന്റെ, അതായത് നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ആനിമൽ, പ്ലാന്റ്, ബേർഡ്സ്, അതുപോലെ ബാക്കിയുള്ള ആൾക്കാർ, ബാക്കി രാജ്യങ്ങളിലുള്ള ഇഷ്ടംപോലെ ആൾക്കാർ, പല പല ആക്ടിവിറ്റിയും ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ തന്നെ ലൈഫിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സോ ദ വുൾസ് റാൻ ത്രൂ എവർഗ്രീൻ ഫോറസ്റ്റ്. അതിലെ ചെന്നായ്ക്കൾ കാട്ടിലൂടെ ഓടി നടക്കുന്ന അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവരുടെ ഒരു ഡേ ഏതൊരു ഡേ പോലെ തന്നെയാണ് ഈ ഡേയും. ദ പെസന്റ് റിവർ വാസ് അൺടെംപ്റ്റഡ് ബൈ ഫാഷനബിൾ കീസ്. പെസന്റ് റിവർ എന്ന് പറയുന്നത്, ഇതൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഓർഡൻ ഒരു കമ്മ്യൂണിസ്റ്റ് ബേസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ പുഴ എന്ന് പറയുമ്പോൾ എല്ലാ നദീ തീരങ്ങളിലാണല്ലോ നമ്മളെ സിവിലൈസേഷൻ എല്ലാം ഉണ്ടായത്. എല്ലാ സിവിലൈസേഷനും ഉണ്ടായത് നദീതീരത്താണ്. ഇപ്പൊ മെസപ്പൊട്ടോമിയൻ, സിന്ധു നദം, നമ്മളുടെ ഹാരപ്പ, ഇതെല്ലാം നദീതരങ്ങളിലാണ്. അപ്പൊ നദിയാണ് സാധാരണ സിവിലൈസേഷൻ്റെ ഒരു സിമ്പൽ. എവിടെയാണ് എന്തുകൊണ്ടാ വെച്ചാൽ അന്ന് മനുഷ്യർ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വെള്ളം ഉള്ള സ്ഥലത്താണ്